ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒടുവിൽ ലോക്പാൽ സാധ്യതമായ യാഥാർത്ഥ്യമായ വാർത്തയാണ് പത്രലോകം നമുക്ക് തരുന്നത്. പതിറ്റാണ്ടുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ലോക്പാൽ എന്ന സംവിധാനം ഒടുവിൽ പ്രയോഗത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, രണ്ടാം UPA സർക്കാർ അടിമുടി അഴിമതിയിൽപ്പെട്ട ഒരു സർക്കാരായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി അത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തുള്ള 2G സ്പെക്ട്രം അഴിമതിയാണ് എന്നാണ് സങ്കല്പം. എന്നാൽ ഇപ്പോൾ റാഫേൽ അഴിമതി അതിനെ കടത്തിവെട്ടുന്നു എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ആ കാലത്താണ് അഴിമതി കണ്ട് മടുത്ത് അണ്ണാ ഹസാരെ എന്ന ഗാന്ധിയൻ സമരവുമായി ദില്ലിയിലേക്ക് എത്തുന്നത്. നിരാഹാര സമരവുമായാണ് അദ്ദേഹം ദില്ലിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് കൂട്ടായി എന്ന് ദില്ലിയിൽ കേജ്രിവാൾ എത്തി, കിരൺ ബേദി എത്തി. അവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നവരായിരുന്നു. അവരൊക്കെ കേജ്രിവാളിനൊപ്പം അണ്ണാ ഹസാരയ്ക്കൊപ്പം രംഗത്ത് എത്തിയ ആളുകളാണ്. ആ പ്രചരണ സാന്നിധ്യത്തിൽ അണ്ണാ ഹസാരയുടെ ഭൂമി കുലുക്കുന്ന പ്രചരണമാണ് ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ നിരാഹാര വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. വലിയൊരു മാറ്റത്തിൻ്റെ നാന്ദിയായിരിക്കുമോ അത് എന്ന ആളുകൾ വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ നിരാഹാരത്തിൻ്റെ ഏക ആവശ്യം ജൻ ലോക്പാൽ അവതരിപ്പിച്ച് പാസ്സാക്കുക, അഴിമതിക്ക് വിരാമമിടുക എന്നതായിരുന്നു. എന്നാൽ ആ സംരംഭത്തിന് പിന്നിൽ പ്രച്ഛന്ന വേഷധാരികളായ BJPക്കാർ, RSSകാർ ഉണ്ടായിരുന്നു എന്നതാണ് കേട്ടുകേൾവി. അങ്ങനെ ആ സംഭവത്തിന് ശേഷം രണ്ടാം UPAക്ക് ശേഷം 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ RSSകാരുടെ ആഭിമുഖ്യത്തിൽ BJP അധികാരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. BJPക്ക് അന്ന് കേവല ഭൂരിപക്ഷവും ലഭിച്ചു. പക്ഷേ ലോക്പാൽ ബിൽ അവർ ഭരണത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അവർക്കും താല്പര്യമുണ്ടായില്ല ലോക്പാൽ. കാരണം ഏറ്റവും വലിയ ഒരു ഓംബുഡ്സ്മാനാണ് ലോക്പാൽ. അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നവർ, പരിശോധിക്കുന്നവർ, പരിശോധനകൾ കള്ളന്മാർ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. അതുതന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംഭവിച്ചത്. അതുകൊണ്ട് ലോക്പാൽ ബിൽ ഭരണത്ത് വെച്ചു. ഒടുവിൽ ആ കാര്യം ആവശ്യപ്പെട്ട് ആളുകൾക്ക് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകേണ്ടി വന്നു. സുപ്രീം കോടതി പലവരു ഈ സർക്കാരിനോട് ലോക്പാൽ ബിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എങ്കിലും നമുക്കറിയാവുന്നതുമാതിരി 2013 ലോക്പാൽ ബിൽ പാസ്സാക്കി അന്നത്തെ UPAയുടെ രണ്ടാം സർക്കാർ. ഇവർക്ക് ഇത് ഈസിയായി നടപ്പാക്കാമായിരുന്നു. 2014 വന്ന സർക്കാർ അത് നടപ്പാക്കാതെ ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടും അത് നടപ്പാക്കിയില്ല. കണ്ണുരുട്ടുക തന്നെ ചെയ്തു സുപ്രീം കോടതി. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയല്ല, 10-ാം തീയതി, 7-ാം തീയതിയോ 9-ാം തീയതി, മാർച്ച് 9-ാം തീയതിക്ക് മുമ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകണം എന്ന് അന്ത്യശാസനം നൽകി സുപ്രീം കോടതി. അതും ചെവിക്കൊണ്ടില്ല മോദി. ഒടുവിൽ നിവർത്തിയില്ലാതെ ലോക്പാലിനെ അനൗൺസ് ചെയ്തു ഇന്നലെ. വാർത്താ മലയാള മനോരമ നമുക്ക് തരുന്നു, ഒടുവിൽ ഇതാ ലോക്പാൽ എന്ന ശീർഷകത്തിൽ. മനോരമ അത് ലീഡ് വാർത്തയാക്കുന്നത് പോലെ തന്നെ ആ വാർത്ത ലീഡാക്കിയ മറ്റൊരു പത്രം കേരള കൗമുദിയാണ്. പിനാക്കി ചന്ദ്രഘോഷ് ആദ്യ ലോക്പാലാക്കി ആദ്യം വെച്ചിരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പിനാക്കി ചന്ദ്രഘോഷ് എന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി തന്നെയാണ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആദ്യ ലോക്പാൽ. ഭരണാധികാരികളുടെ 50 വർഷം നീണ്ട ഉദാസീനതയ്ക്ക് വിരാമം. അങ്ങനെ ലോക്പാൽ രംഗത്ത് വന്നു. അഴിമതിക്കാരെ തളയ്ക്കാൻ ചരിത്ര നിയമനം. അങ്ങനെയാണ് കേരള കൗമുദി അത് ഉദ്ഘോഷിച്ചിരിക്കുന്നത്. വാർത്ത കാണുക. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കും ജഡ്ജിമാർക്കും മറ്റു ഉന്നതർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കാനും പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള പൂർണ്ണാധികാരത്തോടെ ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ, ദേശീയ അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാൻ വന്നു. ആദ്യ ലോക്പാലായി മുൻ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷിനെ നിയമിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണ് സൂചന. ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. ഭരണാധികാരികളുടെ ഉദാസീനത കാരണം 50 വർഷത്തോളം നീണ്ട ഇഴച്ചിലിന് ശേഷമാണ് ചരിത്രം കുറിക്കുന്ന നിയമനം. 1969 ലോക്സഭയിൽ ആദ്യം പാസായ ബിൽ രാജ്യസഭ കടന്നതേയില്ല. ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അന്നാ ഹസാരെ 2011 അഴിമതിക്കെതിരായി ലോക്പാൽ നിയമനം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് 2013 പാർലമെന്റ് പാസാക്കിയ ലോക്പാൽ നിയമപ്രകാരമാണ് ഇപ്പോൾ നിയമനം നടന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇതിനകത്ത് നാം പരിശോധിക്കേണ്ടത് കേരള കൗമുദിയും മലയാള മനോരമയും മാത്രമാണ് അത് ലീഡാക്കിയിരിക്കുന്നത്. മലയാള മനോരമ ഒരു പടി കൂടി കടന്ന് എന്താണ് ലോക്പാൽ എന്ന് കൂടി നമുക്ക് പറഞ്ഞു തരുന്നു. അതിങ്ങനെയാണ്: രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ലോക്പാൽ. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MP-മാർ എന്നിവരും മുൻപ് ഈ പദവികളിൽ ഉണ്ടായിരുന്നവരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ വരും. സർക്കാർ സഹായം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിവർഷം 10 ലക്ഷം രൂപയിലധികം വിദേശ സംഭാവന സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയും പരിധിയിൽ വരും. മതധർമ്മ സ്ഥാപനങ്ങൾ നിയമപരിധിയിലില്ല. സംസ്ഥാനങ്ങളിൽ ലോക്പാലിന്റെ സ്ഥാനത്ത് ലോകായുക്തയാണ്. ലോക അതായത് ജനങ്ങൾ, പാല പാലകൻ, സംരക്ഷകൻ എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ ലോക്പാൽ എന്ന പേരുണ്ടായത്. ജനങ്ങളെ സംരക്ഷിക്കുമോ ഈ സംവിധാനം എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ആദ്യഘട്ടത്തിൽ അത് ജനസംരക്ഷണം നടത്തുക തന്നെ ചെയ്യും. മുൻ പ്രധാനമന്ത്രിമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അവകാശം ഇവർക്കുണ്ട്. റാഫേൽ വളർന്ന് വരികയാണ്. അതിൻ്റെ അഴിമതി കഥകൾ തെരുവുകളിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു. വലിയ തടസ്സങ്ങൾ ഇട്ടെങ്കിലും മോദി ഇട്ടെങ്കിലും അതിനെ അതിജീവിച്ച് മാധ്യമങ്ങൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. മോദി അധികാരഭ്രഷ്ടനായാലും ലോക്പാൽ ഒരുപക്ഷെ ആദ്യം പിടിക്കുന്ന ആളുകളിൽ ഒരാൾ മോദിയായിരിക്കുമോ? അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അതൊരു കാവ്യാത്മകമായ നീതിയായി തീരും. കാരണം ഈ കാര്യത്തിൽ മോദി അത് അങ്ങേയറ്റം, റാഫേലിന്റെ കാര്യം അങ്ങേയറ്റം ഒഴിവാക്കാൻ നോക്കിയെങ്കിലും, കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് സ്വയം രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉള്ള അഴിമതികൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ വന്നിരിക്കുന്നു. വലിയ ഒരു സംഭവഗതി തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത കേരള കൗമുദിയുടെ ഒന്നാം പുറം തരുന്നത്, അതും കൗതുകകരമാണ്. മോദി പഴയ മോദിയല്ല, ഇനി ചൗക്കീദാർ മോദി. മോദി എപ്പോഴും സ്വയം വിശേഷിപ്പിച്ചത് താനൊരു പാവം കാവൽക്കാരനാണ്. നിങ്ങളുടെ സ്വത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ സമാധാനത്തിനുമൊക്കെ കാവൽ നിൽക്കുന്ന പാവം കാവൽക്കാരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ റഫേൽ വിമാന അഴിമതിയെ മുൻനിർത്തി കാവൽക്കാരൻ, ചൗക്കീദാർ, ഈ കാവൽക്കാരൻ കള്ളനാണ്, ചൗക്കീദാർ ചോർ ഹേ എന്ന ഒരു മുദ്രാവാക്യം തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. രാജ്യം അത് ഏറ്റെടുത്തു. ചൗക്കീദാർ ചോർ ഹേ. അങ്ങനെ എവിടെ ചൗക്കീദാർ എന്ന് കേൾക്കുന്നു അവിടെയൊക്കെ അതിനൊപ്പം ചോർ ഹേ എന്നതുകൂടി വരും. അങ്ങനെ മോദി മാത്രം അങ്ങനെ കള്ളനായി നിന്നാൽ ശരിയാകുമോ? മോദി മാത്രം കള്ളനായി നിന്നാൽ ശരിയാകില്ല. കള്ളന്മാർ ഓടുമ്പോൾ ദേ കള്ളൻ എന്ന് മുന്നേ ഓടുന്ന കള്ളൻ വിളിച്ചു പോവും. അങ്ങനെ സ്വയം രക്ഷ നേടും. അതുപോലെ ഇതാ കള്ളൻ ഞാനല്ല എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് മോദി ഒരു പുതിയ ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു. മോദി പഴയ മോദിയല്ല, ഇനി ചൗക്കീദാർ മോദി. വാർത്ത കാണുക. ട്വിറ്ററിൽ മോദി ഇനി പഴയ മോദിയല്ല, ചൗക്കീദാർ മോദി, കാവൽക്കാരൻ മോദിയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ചൗക്കീദാർ തന്ത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുതന്ത്രം. മോദിയുടെ ട്വിറ്റർ അക്കൗണ്ടിലെ പേര് ഇന്നലെ ചൗക്കീദാർ നരേന്ദ്രമോദി എന്നു മാറ്റി. അമിത്ഷാജിയും അങ്ങനെ മാറ്റി, ഗോയൽ മാറ്റി, അങ്ങനെ മന്ത്രിമാരുമൊക്കെ മാറ്റുന്നു. അവരുടെയൊക്കെ പേരിന് മുമ്പ് ചൗക്കീദാർ എന്ന് വരും. എല്ലാവരും ചൗക്കീദാർമാരാണ്. മോദി മാത്രം ചൗക്കീദാർ എന്ന് പറഞ്ഞപ്പോൾ ചൗക്കീദാർ ചോർ ഹേ എന്ന ഒരവസ്ഥയിലേക്ക് ആ മുദ്രാവാക്യത്തെ മാറ്റി രാഹുലെങ്കിൽ ഇപ്പോൾ രാഹുലിന് പുറകെ സഞ്ചരിച്ച് ഈ രാഹുലിനെയാണ് പണ്ട് പപ്പു എന്ന് വിളിച്ച് അപഹസിച്ചത് മോദി.
അയാൾക്ക് പിന്നെ ഇപ്പോൾ സഞ്ചരിക്കുന്നു മോദിയും കൂട്ടരും. അങ്ങനെ കള്ളനാണെങ്കിൽ താൻ മാത്രമല്ല കള്ളൻ, അമിത്ഷായും കള്ളനാണ്, പീയൂഷ് ഗോയൽ കള്ളനാണ്, രാജ്നാഥ് സിംഗ് കള്ളനാണ്. ഇങ്ങനെ കള്ളന്മാരുടെ കൂടാരമാണിത് എന്ന് പറയാതെ പറയുന്നു. ചൗക്കീദാർ ചോർഹെ എന്നുള്ളത് മാറ്റി ഓരോരുത്തരും ചൗക്കീദാർ എന്ന ആടയാഭരണം എടുത്ത് ആദ്യം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ കൂടി കള്ളന്മാരാണ് എന്ന് പറയുന്നതിന് തുല്യമായ ഒരർത്ഥം അതിന് സംഭവിക്കുന്നുണ്ടോ എന്നുകൂടി നാം സംശയിക്കണം. അങ്ങനെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ലോക്പാലിനെ സംബന്ധിച്ചുമുള്ള ആദ്യ വാർത്തകൾ പത്രം തരുമ്പോൾ ഇന്ന് പത്രം ദാരുണമായ ഒരു മരണത്തിന്റെ വാർത്ത കൂടി നമുക്ക് തരുന്നു. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറാണ് അന്തരിച്ചത്. നന്നേ ചെറുപ്പകാലത്താണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച രോഗിയായിരുന്നു അദ്ദേഹം. രോഗബാധിതനായ അദ്ദേഹം പിന്നെയും അധികാര കസേരയിൽ തന്നെ തുടർന്നു. ശേഷം ഒരു നിവർത്തിയുമില്ലാതെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം തകർന്ന് തരിപ്പണമായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ആ വാർത്ത മാതൃഭൂമി ലീഡ് വാർത്തയായി നമുക്ക് തരുന്നു. ഇനി ഓർമ്മ എന്ന ലീഡ് വാർത്തയിലാണ് ഈ മരണ വാർത്ത മാതൃഭൂമി നമുക്ക് എത്തിച്ചു തരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്. ആ ചരമ വാർത്ത മാതൃഭൂമി ഇപ്രകാരം തരുന്നു. ഗോവ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ BJPയിലെ മുതിർന്ന നേതാവ് മനോഹർ പരീക്കർ 63 വയസ്സ് അന്തരിച്ചു. പാൻക്രിയാസിൽ അർബുദം ബാധിച്ച് 1 വർഷമായി ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 7 ഗോവയിൽ മകന്റെ വീട്ടിലായിരുന്നു അന്ത്യം. 2018 മാർച്ചിൽ അമേരിക്കയിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് ദില്ലി എയിംസിലും മുംബൈയിലും ഗോവയിലും ചികിത്സിച്ചു. ഏതാനും ദിവസമായി ആരോഗ്യനില വഷളായിരുന്നു. ശനിയാഴ്ച രാവിലെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. ശവസംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് പാനാജിയിൽ നടക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ മേധ 2001 അന്തരിച്ചു. അവർക്കും അർബുദമായിരുന്നു. 2 ആൺമക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ തരുന്നു മാതൃഭൂമി അതിൻ്റെ ലീഡ് വാർത്തയിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നാൽ 15-ാം തീയതിയോടെ സമ്പൂർണ്ണ പട്ടിക എന്ന് ഉറപ്പ് പറഞ്ഞ കോൺഗ്രസ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ ഉഴറുകയാണ്. സമ്പൂർണ്ണ പട്ടിക എന്ന് വരും, അത് എന്നുമാകാം എന്ന നിലയ്ക്കുള്ള അനിശ്ചിതത്വത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. 16 സീറ്റാണ് കോൺഗ്രസിന്, 12 സീറ്റിൽ തീരുമാനമായി. വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ, വടകര എന്നീ മണ്ഡലങ്ങൾ കീറാമുട്ടിയായി മാറുന്നു. വയനാടാണ് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു മണ്ഡലം. കാരണം വിജയസാധ്യതയുള്ള മണ്ഡലമായതിനാൽ അവിടെ ടി സിദ്ദിഖോ ഷാനിമോളോ എന്ന തർക്കമാണ് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ധാരാളം ആളുകൾ തള്ളിപ്പിടിച്ചു നിന്നൊരു മണ്ഡലമാണത്. ഇപ്പോൾ 2 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതാരായിരിക്കുമെന്ന് തീരുമാനിച്ചാൽ ബാക്കി എല്ലാം എളുപ്പമാകും. ദില്ലിയിൽ വയനാടൻ പോര് ദേശാഭിമാനി ആ വാർത്ത ലീഡാക്കുന്നു. കോൺഗ്രസിൽ വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പരിഹാരമായില്ല. ഇത് കാരണം വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ സീറ്റുകളിലും തീരുമാനം നീളുകയാണ്. ദില്ലിയിലുള്ള കോൺഗ്രസ് നേതാക്കളോട് അവിടെ തുടരാൻ കേന്ദ്ര നേതാക്കൾ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഉള്ള ഉമ്മൻചാണ്ടി വീണ്ടും ദില്ലിക്ക് തിരിച്ചു. വയനാട് സീറ്റിനായി AI ഗ്രൂപ്പുകൾ കൊമ്പുകോർത്ത സാഹചര്യത്തിലാണ് 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമമായി നീളുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയിൽ ചേർന്നു. അദ്ദേഹം BJPയിലേക്ക് മാറിയിട്ട് കുറേ നാളായി. ഔപചാരികമായി അദ്ദേഹത്തിന് അംഗത്വം ഇന്നലെയായിരിക്കാം നൽകിയത്. അതുകൊണ്ടാണ് വാർത്ത ഇങ്ങനെ വരുന്നത്. മുൻ PSC ചെയർമാനാണ്, കോൺഗ്രസിന്റെ സന്തത സഹചാരിയായിരുന്നു. അങ്ങനെ BJPയിലേക്ക് ചേരുന്ന മറ്റൊരു കോൺഗ്രസ്സുകാരന്റെ വാർത്ത കൂടി ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയിൽ. കേരള PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു. BJPയിൽ ചേർന്ന ഉടനെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് വിവരം. BJP ഒരു സ്ഥാനാർത്ഥിക്ക് 25 കോടി രൂപ വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പണം ലഭിക്കും. BJPയിൽ ചേർന്നാൽ ധാരാളം ആളുകൾ വെള്ളം കോരിയും വിറകുകീരിയും ഒക്കെ നടന്നു ആ പാർട്ടിയിൽ. പക്ഷേ നോക്കൂ, ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇന്നലെ അംഗത്വം എടുത്തു. അപ്പോൾ തന്നെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായി 25 കോടി രൂപ ലഭിക്കുമോ ഇല്ലയോ എന്നതിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. BJPയുടെ ഒരു സൗകര്യം അങ്ങനെയാണ്. KV തോമസ് ഇടഞ്ഞു ഇടയ്ക്ക്, എന്നിട്ട് അയയുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ KV തോമസ് ഇടഞ്ഞപ്പോൾ
വളരെ പെട്ടെന്ന് BJP-കാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ആളുകൾ, പത്രക്കാർ ചോദിച്ചു, അങ്ങ് BJP-യിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ KB തോമസ് മൗനം പാലിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ മൗനം പാലിച്ച് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇനി BJP-യിലേക്ക് പോയേക്കുമോ എന്ന സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു. അദ്ദേഹം BJP-യിലേക്ക് പോകുന്നില്ല എന്ന നിലയ്ക്കുള്ള വാർത്തകളാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. കോൺഗ്രസിലെ തർക്കം അങ്ങനെ തുടരുമ്പോൾ LDF ഒഴിച്ചാൽ BJP-യും വലിയ തർക്കത്തിൽ തന്നെയാണ്. തർക്കമല്ലേ അവിടെ നടക്കുന്നത്, കലാപമാണ് നടക്കുന്നത്. BJP-ക്ക് ഇപ്പോഴും ഒരു സീറ്റ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരു സീറ്റും കിട്ടാൻ ഇടയില്ല എന്നാണ് ആനുകാലിക രാഷ്ട്രീയ രംഗം സൂചിപ്പിക്കുന്നത്. എന്നിട്ടും അവിടെ കലാപം നടക്കുന്നുവെങ്കിൽ പണത്തിൻ്റെ ഒരു ശക്തി എത്ര എന്ന് നമുക്ക് കാണാം. BJP-യിലെ തർക്കം കലാപത്തിലേക്ക്. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത സവിശേഷ പ്രാധാന്യത്തോടെ തരുന്നു. കാസിം എം ഖാദർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം BJP-യിൽ തർക്കത്തിൽ നിന്ന് കലാപത്തിലേക്ക് മാറുന്നു. താൽപ്പര്യമുള്ള സീറ്റിനായി കടുംപിടുത്തം തുടരുന്ന സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കളാണ് കലാപക്കൊടി ഉയർത്തി രംഗത്തെത്തിയത്. ആവശ്യപ്പെട്ട സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സര രംഗത്തുണ്ടാകില്ലെന്ന ഭീഷണിയുമായാണ് അവസാന ഘട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിഗണിക്കുന്നത് കേന്ദ്ര നേതൃത്വം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇന്നും ഉണ്ടാകില്ല, ഒരുപക്ഷെ നാളെയൊക്കെ സംഭവിച്ചിരിക്കാം. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, കൃഷ്ണദാസ് തുടങ്ങിയവർക്കൊന്നും സീറ്റ് കിട്ടാൻ ഇടയില്ല. അവർ ശരിക്കും പറഞ്ഞാൽ നിന്ന് തോറ്റ് ധാരാളം ശീലിച്ചവരാണ്. നിന്നങ്ങ് തോക്കുക, അതാണ് അവരുടെ വിധി. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ ഇറക്കി പരിശോധിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ടോം വടക്കനെ അവർ തൃശ്ശൂരിൽ പരിശോധിച്ചേക്കാം. തൃശ്ശൂരിൽ കഴിയില്ല, കാരണം അതിന് വെള്ളാപ്പള്ളിയുടെ മകൻ വരുന്നുണ്ട്, തുഷാർ വെള്ളാപ്പള്ളി. അങ്ങനെ വരുമ്പോൾ അത് കഴിയില്ല. പക്ഷേ വേറെ മണ്ഡലം ചാലക്കുടിയോ മറ്റോ കൊടുത്തേക്കാമെന്ന് കേൾക്കുന്നു. കോൺഗ്രസ്സുകാർക്ക് നല്ല ഖുഷിയായ കാലമാണ്. നേരെ ചെന്നങ്ങ് ചേരുക, സ്ഥാനാർത്ഥിയാകുക, പണം വാങ്ങുക. ഇതാണിപ്പോൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പണം വാങ്ങൽ താല്പര്യമുള്ള ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ തമ്മിൽ ഏറ്റുമുട്ടും, മത്സരത്തിലേക്കാകും. അത് കലാപത്തിലേക്ക് നയിക്കും. അങ്ങനെ കലാപത്തിലേക്കാണ് BJP-യിൽ തർക്കം നീങ്ങുന്നത്. വിജയപ്രതീക്ഷയ്ക്ക് എന്നേ പോയി എല്ലാവർക്കും. കലാപം ഇപ്പോഴും നിൽക്കുന്നു. തുഷാറിന് തൃശൂർ സമ്മതം. BJP അത് പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. K സുരേന്ദ്രൻ പറഞ്ഞു പത്തനംതിട്ട കിട്ടണം. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള തന്നെ, അപ്പോൾ അത് പോയി. ഇല്ലെങ്കിൽ തൃശ്ശൂർ കിട്ടണം, അത് തുഷാറിന് നൽകാൻ നിർബന്ധിതമാകുന്നു BJP. അങ്ങനെ അതും പോയി. അതുകൊണ്ടാണ് സുരേന്ദ്രന് മത്സരിക്കാൻ സീറ്റില്ലാതെ പോകുന്നത്. എപ്പോഴും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അത് ശോഭാ സുരേന്ദ്രനും അങ്ങനെയാണ്, MD രമേശും അങ്ങനെയാണ്. പക്ഷേ എല്ലാവർക്കും, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് ആർക്കും സീറ്റില്ല. സീറ്റില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അവർക്കില്ല. എന്തായാലും BJP A ക്ലാസ് സീറ്റുകളുടെ പട്ടികയിൽ എണ്ണുന്ന തൃശ്ശൂരിൽ മത്സരിക്കാൻ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തയ്യാർ. പത്തനംതിട്ടയും തൃശ്ശൂരും ഇല്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് K സുരേന്ദ്രൻ. കിട്ടുമെന്നായ കോഴിക്കോട് സീറ്റ് MD രമേശിന് വേണ്ട. പാലക്കാടില്ലെങ്കിൽ ഒന്നിനുമില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ജനറൽ സെക്രട്ടറിമാരൊക്കെ സീറ്റ് ഇല്ലാത്തവരായി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മംഗളത്തിൻ്റെ അത് 1-ാം പേജിലെ ആദ്യ വാർത്തയായാണ് ഈ വാർത്ത നമുക്ക് തരുന്നതെങ്കിൽ ആ പേജിൽ തന്നെ മംഗളം മറ്റൊരു വാർത്ത തരുന്നുണ്ട്. കൗതുകകരമാണ് ആ വാർത്ത. അമിത്ഷായെ ഒന്ന് നോക്കാൻ, അമിത്ഷായെ കൊണ്ട് തന്നെ ഒന്ന് നോക്കിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തെക്കും വടക്കും നെട്ടോട്ടം ഓടുകയാണ് എന്നാണ് മംഗളം നിരീക്ഷിക്കുന്നത്. അമിത്ഷാ കടാക്ഷിച്ചാൽ അത് വെച്ച് ബെറ്റ് ചെയ്ത് കോൺഗ്രസിൽ സീറ്റ് നേടാമത്രേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ നീങ്ങിയിരിക്കുന്നു. മംഗളം എന്ന പത്രം അത് 1-ാം പേജിൽ വാർത്തയായി തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം, കൗതുകരമായ വിശദാംശങ്ങളിലേക്ക്, മറ്റൊരു ചെറിയ വരിസയുടെ വേളയ്ക്ക് ശേഷം. മംഗളത്തിൻ്റെ 1-ാം പേജ് വാർത്ത പറയുന്നത് അമിത്ഷായുടെ കണ്ണിൽപ്പെട്ടാൽ കോൺഗ്രസിലെ ഒരാൾ BJP-യിലേക്ക് പോകുമെന്ന സംശയം ജനിച്ചാൽ അയാൾക്ക് സീറ്റ് ഉറപ്പാക്കപ്പെടുന്നു. അമിത്ഷാ തന്നെ നോക്കി കണ്ണിറുക്കിയെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ ആ വിരൽത്തുമ്പിൽ പിടിച്ച് കൂടെ ഇറങ്ങിപ്പോകാനല്ല, സ്വന്തം പാർട്ടിയിൽ ശുക്രൻ തെളിയാൻ അനുമതിയായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ അർത്ഥമാക്കുന്നത്. കോൺഗ്രസിൽ കൂടുതൽ പരിഗണന ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് വിലപേശാനുള്ള വഴിയായി BJP മാറുന്നു എന്നതാണ് കൗതുകം. അമിത്ഷായുടെ ദൂതനുമായി ചർച്ച നടത്തിയെന്ന് പരസ്യമായി പറഞ്ഞ നേതാവിന്
KPCC ഭാരവാഹിത്വം കിട്ടാൻ വഴിയില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായി കെ സുധാകരനെ കുറിച്ചാണ് പറയുന്നത്, കണ്ണൂർ സ്ഥാനാർത്ഥി. അതേമാതിരി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ സുബറായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാസർഗോഡ് സ്ഥാനാർത്ഥിയാകുന്നത് അദ്ദേഹവും ഈ ട്രിക്ക് പ്ലേ ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥിയായത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും അത് അവിടെ പാട്ടാണ്, അത് അങ്ങനൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നത്. അതുകൊണ്ട് താരതമ്യേന വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ആ മണ്ഡലവും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഏറുന്നത്. ഗുജറാത്തിൽ മോദി തരംഗമില്ല എന്ന് സർവേ, വീക്ഷണം പത്രമാണ് പറയുന്നത്. 1-ാം പേജിൽ ഗുജറാത്തിൽ മോദി തരംഗമില്ല, കോൺഗ്രസിന് അനുകൂലമെന്ന് സർവേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മനാടായ ഗുജറാത്തിൽ മോദി അനുകൂല തരംഗമെന്ന് സർവേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം കോൺഗ്രസിന് ഗുജറാത്തിൽ കാഴ്ചവെക്കാനാവുമെന്ന് പൊളിറ്റിക്കൽ എഡ്ജ് നടത്തിയ സർവേ വ്യക്തമാക്കുന്നു. സർവേ ഫലം പ്രകാരം സംസ്ഥാനത്തെ 26 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസിനാണ് മുൻതൂക്കം. കഴിഞ്ഞ തവണ ആകെയുള്ള 26 സീറ്റിലും BJP ആണ് ജയിച്ചത്. എന്നാൽ ഇക്കുറി BJPക്ക് ഗണ്യമായ നഷ്ടമുണ്ടാകും എന്ന് സർവേ ഫലം പറയുന്നു എന്നാണ് വീക്ഷണം പറയുന്നത്. സാക്ഷി മഹാരാജ് BJP MP-യാണ്. വായെടുത്താൽ വിവരക്കേട് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. സാക്ഷി മഹാരാജ് ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞ വിവരക്കേട് ഇന്നലെ ദേശാഭിമാനി വാർത്തയാക്കി അതിൻ്റെ 1-ാം പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. വാർത്ത ഇങ്ങനെ: മോദി ജയിച്ചാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പുമില്ല. സാക്ഷി മഹാരാജ്. മോദി എന്ന സുനാമി രാജ്യത്ത് ഉണർത്തിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2024 തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവസാന തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ പേരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. മോഡിയാണ് രാഷ്ട്രം എന്ന് എല്ലാവരും പറയുന്നു. 2014 മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിക്കുന്നു. ഇത് അവസാന തെരഞ്ഞെടുപ്പാണ് എന്ന് മോദിയുടെ അനുയായി തന്നെ പറയുന്നു. എന്തവസ്ഥയാണിത്? മോദിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പണിയാണ് ഈ മനുഷ്യൻ പണിഞ്ഞു കൊടുത്തിരിക്കുന്നത്. 2025 ശേഷം പാകിസ്ഥാനെ ഇന്ത്യയിൽ ശക്തി ഉപയോഗിച്ച് ലയിപ്പിക്കും പറയുന്നത് മറ്റൊരു RSS നേതാവാണ്, ഇന്ദ്രേഷ് കുമാർ. അദ്ദേഹവും വായെടുത്താൽ വിവരക്കേട് പറയുന്ന ഒരാളാണ്. 2025 ശേഷം പാകിസ്ഥാനെ ഇന്ത്യയിൽ ലയിപ്പിക്കുമെന്ന് RSS നേതാവ് ഇന്ത്യ ലോകം പേജിൽ ദേശാഭിമാനി വാർത്ത തരുന്നു. 2025 ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുമായി ചേർക്കുമെന്ന് RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ ശനിയാഴ്ച RSS കൂട്ടായ്മയിൽ സംസാരിക്കുമ്പോഴാണ് വിവാദ പരാമർശം. 1947 മുമ്പ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല, പാകിസ്ഥാൻ വീണ്ടും ഹിന്ദുസ്ഥാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ BJPയിലും RSSലുമായി ധാരാളം വിവരദോഷികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിലെ പള്ളി ആക്രമണം, മരണം 50ആയി. തീവ്ര വലതുപക്ഷ വംശീയ ഭീകരൻ അയാളാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. വാർത്ത സിറാജ് എന്ന പത്രം അവസാന പുറത്ത് മരണം 50ആയി. ആക്രമണത്തിന് മുമ്പ് മാനിഫെസ്റ്റോ പ്രധാനമന്ത്രിക്ക് അയച്ചു. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് പട്ടണത്തിലെ പള്ളികളിൽ വെള്ളിയാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 50ആയി. ബ്രണ്ടൻ ടാറന്റ് എന്ന ആസ്ട്രേലിയക്കാരനായ തീവ്ര വലതുപക്ഷ വംശീയ ഭീകരനാണ് പ്രധാനമായും കൂട്ടക്കൊല നടത്തിയത്. അത്രയും ചുറ്റി വളയണ്ട, അത് ക്രിസ്ത്യൻ ഭീകരനാണ്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. മുസ്ലിങ്ങളെ മുസ്ലിം ഭീകരർ, RSS എന്ന് പറയേണ്ട, ഹിന്ദു ഭീകരർ എന്ന് പറയുന്നത് മാതിരി പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ മുസ്ലിങ്ങളാകുമ്പോൾ മുസ്ലിം ഭീകരർ എന്ന് പറയും. എന്നാൽ ക്രിസ്ത്യാനിയാകുമ്പോൾ തീവ്ര വലതുപക്ഷ വംശീയ ഭീകരൻ എന്ന് പറയും. ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അയാൾ ഈ വെടിവെക്കുന്നതിന് 9 മിനിറ്റിന് മുമ്പ് ഒരു മാനിഫെസ്റ്റോ പോലെ ഒരു സാധനം 97 പേജോ മറ്റോ അയച്ചു കൊടുത്തിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ. ഞാൻ കൊല്ലാൻ പോകുന്നു, ഒറ്റയാളെയും യൂറോപ്പിലേക്ക് കയറ്റരുത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരാളെയും യൂറോപ്പിലേക്ക് കയറ്റരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. കാലില്ലാത്തവനും ഓടാം, അവന് കൈകളാണ് കാലുകളായി മാറുന്നത്. ഈ ചിത്രം കാണുക. ഇത് അബുദാബിയിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നിന്നുള്ളൊരു ചിത്രമാണ്. ചിത്രത്തിൽ 50 മീറ്റർ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുക്കുന്ന ജമൈക്കൻ താരം കിർക്ക് വിൻഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൈകൾ കാലാക്കി കുതിക്കുന്ന വിൻഡിന്റെ ചിത്രം ദീപിക ഇന്ന് 1-ാം പുറത്ത് ആദ്യ ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കാനായി. നൈസ് ഡേ, ഗുഡ് ബൈ.